students. Today's class deals with a drama entitled Hans and the Man, written by G.B. Shaw. So, here in this drama, the title itself represents something related to war, arms. Arms means weapons. Okay, arms means weapons. This weapon and the man. So something related to war, love, themes are included in this play. First of all, we have to discuss about the author itself. The author of the play is George Bernard Shaw. We can call him as G.B. Shaw. G.B. Shaw was born on 26th July 1856 in Dublin, Ireland, to a lower middle class Protestant family. He left school at an early age but continued his education through self study. അയർലൻഡിലെ ഡബ്ലിനിൽ ജനിച്ച വ്യക്തിയാണ് ജോർജ് ബെർണാഡ് ഷാ. 1856 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന വ്യക്തിയായിരുന്നു. Before becoming a playwright, Shaw worked as a music and theatre critic. His reviews were known for their wit, insight, and controversial opinions. അദ്ദേഹം പ്ലേ റൈറ്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഡ്രമാറ്റിസ്റ്റ് എന്നുള്ള നിലയിലാണ്. അദ്ദേഹം ഈ പറഞ്ഞ ഡ്രമാറ്റിസ്റ്റ് അല്ലെങ്കിൽ പ്ലേ റൈറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തിയേറ്റർ ക്രിട്ടിക്കായിട്ടും മ്യൂസിക് ക്രിട്ടിക്കായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒബ്സർവേഷൻ, ആ ഒരു വിറ്റ്, ഇൻസൈറ്റ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഡ്രാമയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. Shaw is best known for his work as a playwright. He wrote over 60 plays, including classics such as Pygmalion, Man and Superman, Major Barbara, Saint John. His plays often combine social commentary with wit and satire. ഏകദേശം 60-ലേറെ പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിഗ്മാലിയോൺ എന്ന് പറയുന്നത് നിങ്ങൾ പി ജിക്ക് ചെല്ലുമ്പോഴത്തേക്ക് പഠിക്കാനുള്ള ഒരു പ്ലേ ആണ് പിഗ്മാലിയോൺ. അതുപോലെ തന്നെ മാൻ ആൻഡ് ദ സൂപ്പർമാൻ, മേജർ ബാർബറ, സെയിന്റ് ജോൺ, ഇതൊക്കെ വളരെയധികം ആൾക്കാർ വായിക്കുകയും പിന്നീട് ഒരുപാട് അഡാപ്റ്റേഷൻസിലേക്ക് പോവുകയും ചെയ്ത പ്ലേസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലേസ് എല്ലാം തന്നെ. And his plays are often noted for social commentary and satire. ജോസഫ് അഡിസന്റെ എസ്സേയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, പീരിയോഡിക്കൽ എസ്സേസ്. അതെന്ന് പറയുന്നത് ആ ഒരു സൊസൈറ്റിയെ പറ്റി കമന്റ് ചെയ്യാൻ, സൊസൈറ്റി സോഷ്യൽ കമന്ററി ആണ് അതെങ്കിൽ, അതുപോലെ തന്നെ 19th സെഞ്ചുറി റൈറ്ററായ ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിന്റെ ഡ്രാമകളിലൂടെ സോഷ്യൽ കമന്ററി, വിറ്റും സറ്റയറും കമ്പൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ഡ്രാമകളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. Shaw was a prominent member of the Fabian Society. It's a socialist organization in Britain. He believed in using socialism to improve society and was a strong advocate for social reform. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. ബ്രിട്ടനിലെ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഫേബിയൻ സൊസൈറ്റി. അതിൻ്റെ ഒക്കെ പ്രോമിനന്റ് മെമ്പർ ആയിരുന്നു അദ്ദേഹം. സോഷ്യലിസത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് വാദിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ജോർജ് ബെർണാഡ് ഷാ. Shaw was awarded Nobel Prize in Literature in 1925 for his work as a playwright. He is the only person to have been awarded both Nobel Prize and Academy Award. He received the Oscar for film adaptation Pygmalion. അന്നേരം ജോർജ് ബെർണാഡ് ഷാ ഏകദേശം 60ൽ കൂടുതൽ പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഡ്രമാറ്റിസ്റ്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം തിയേറ്റർ, മ്യൂസിക് ക്രിട്ടിക് ആയിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. മൾട്ടി ടാലന്റഡ് ആണ് അദ്ദേഹം. 1925 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അക്കാഡമി അവാർഡ്, ഓസ്കാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിഗ്മാലിയോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്ലേയുടെ അഡാപ്റ്റേഷൻ ആണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്, ഈ പറഞ്ഞ അക്കാദമി അവാർഡ് കിട്ടിയത്. അന്നേരം ഹീസ് ദ ഓൺലി പേഴ്സൺ ഹു ഹാവ് ബീൻ awarded both Nobel Prize and Academy Award. Shaw was a staunch critic of capitalism and imperialism. He was also an advocate for women's rights, vegetarianism, and the simplification of English language. അന്നേരം ഇദ്ദേഹത്തിന്റെ പിഗ്മാലിയോൺ എന്ന് പറയുന്ന പ്ലേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് ലാംഗ്വേജിലൂടെ ഒരാളുടെ സ്റ്റാറ്റസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ വിമൻ റൈറ്റ്സിനെ പറ്റിയും അതിൻ്റെ അകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇംഗ്ലീഷ് ആണ് അത് തീമായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. അദ്ദേഹം ഒരു ടീറ്റോറ്റാലർ ആയിരുന്നു. ടീറ്റോറ്റാലർ മീൻസ്
one who avoid alcohol. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും തന്നെ മദ്യപിച്ചിട്ടില്ല. അദ്ദേഹം പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. അദ്ദേഹം വളരെ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. വിമൻ റൈറ്റ്സ്, ജെൻഡർ റൈറ്റ്സ് ഇതിന്റെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ തന്നെ കണക്കാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം സോഷ്യലിസ്റ്റിന്റെ വ്യക്താവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിന്റെയും ഇമ്പീരിയലിസത്തിനെയും അദ്ദേഹം എതിർത്തിരുന്നു. Shaw's writing style is characterized by sharp wit, clever dialogue, and social commentary. His plays often challenge conventional wisdom and societal norms. അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രാമകളിലെല്ലാം നമുക്ക് സോഷ്യൽ കമന്ററീസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാർപ്പ് വിറ്റ്, ക്ലവർ ഡയലോഗ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലായിരുന്നു. ഈ പറഞ്ഞ ഷാർപ്പ് വിറ്റും ക്ലവർ ഡയലോഗ്സും ഇത് ആർക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാം. ജോസഫ് എഡിസന്റെ എസേസിലും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാം. Shaw's work continues to be studied and performed around the world. He is considered one of the greatest playwrights of the 20th century and a master of wit and satire. Shaw died on November 2nd, 1950, at the age of 94, at his home in Elliot, St. Lawrence, Hertfordshire, England. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് 94-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് അടക്കം ചെയ്തത് അലിയോട്ട് സെന്റ് ലോറൻസ് ഹെർഫോർഡ്ഷയറിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ട വർഷം 1950 നവംബർ 2 അദ്ദേഹം മരണപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഓഥറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏത് ചാപ്റ്റർ പഠിക്കാനെടുത്താലും അതിന്റെ കൺസേൺഡ് ഓഥറിനെ കുറിച്ച് കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ നമുക്കത് സഹായിക്കും. നെക്സ്റ്റ്, ദ ക്യാരക്ടേഴ്സ്. അന്നേരം ഇത് നമുക്ക് പഠിക്കാൻ പോകുന്ന പ്ലേ ആംസ് ആൻഡ് ദ മാൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്ലേസ് ഉണ്ട്, മേജർ പ്ലേസ് ഉണ്ട്. സെന്റ് ജോൺ, മേജർ ബാർബറ, അതുപോലെ തന്നെ പിഗ്മാലിയോൺ, മാൻ ആൻഡ് ദ സൂപ്പർമാൻ, ഇങ്ങനെ ഒരുപാട് പ്ലേസ് ഉണ്ട്. അതിലൊരു പ്ലേ ആണ്, പ്രധാനപ്പെട്ട പ്ലേ ആണ് ഏതെന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആംസ് ആൻഡ് ദ മാൻ. അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്ലേ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്ലേ, ഈ പ്ലേയുടെ സാഹചര്യം, എഴുതാനുണ്ടായ അല്ലെങ്കിൽ എഴുതിയപ്പെട്ട സാഹചര്യം, സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പേജ് നമ്പർ 186 വരുന്നത്. 186. ആംസ് ആൻഡ് ദ മാൻ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഷോസ് 1898 collection titled Plays Pleasant. It takes its name from the line in Virgil's Aeneid of Arms and a Man I Sing. Shaw used the phrase to critique war and romantic myths that surround it. Characters in the play represent various perspectives on marriage, warfare, social class, and heroism. Their discussions and interactions make visible different conflicts within the dramatic narrative. അന്നേരം ഇദ്ദേഹത്തിന്റെ കറന്റ് പ്ലേ ആയിട്ടുള്ള ആംസ് ആൻഡ് ദ മാൻ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്ലേസ് പ്ലസന്റ് എന്ന് പറയുന്ന 1898 കളക്ഷൻ ഓഫ് പ്ലേസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള ടൈറ്റിൽ ആൻസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്ന വരികൾ എടുത്തിട്ടുള്ളത് വെർജിലിന്റെ, ഗ്രീക്ക് റൈറ്ററായ വെർജിലിന്റെ ഏനിഡിലെ ഒരു വരിയിൽ നിന്നാണ്. ആ വരിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഓഫ് ആംസ് ആൻഡ് ദ മാൻ ഐ സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളുകളേന്തിയ, ആയുധമേന്തിയ ആൾക്കാരുടെ കൈകളെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വെർജില് വാറിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ ചെയ്തതെങ്കിൽ, ഇവിടേക്ക് വരുമ്പോൾ ജോർജ് ബെർണാഡ് ഷാ വാറിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അങ്ങനെയുള്ള റൊമാൻറ്റിക് മിത്തുകളെ അദ്ദേഹം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വാറിന്റെ ആഫ്റ്റർ എഫക്ട്സിന്റെയും വാറിന്റെ ആ ഒരു പത്തറ്റിക് സിറ്റുവേഷനെ കുറിച്ചിട്ടൊക്കെ പറയാനാണ് അദ്ദേഹം ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിനെ എടുക്കുകയാണെങ്കിൽ, ആ ക്യാരക്ടേഴ്സ് മാരേജിനെയും വാർഫെയറിനെയും സോഷ്യൽ ക്ലാസിനെയും ഹീറോയിസത്തിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ അദ്ദേഹം ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആൻസ് ആൻഡ് ദ മാൻ തൊട്ട് മാൻ ഐ സിങ് വരെയുള്ള ആ ഒരു പോർഷൻ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ്, the play is set in 1895 in the background of Serbo-Bulgarian war. Underline, it uses accurate historical context, battle names, locations to arrive at Shaw's primary focus.
ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 1885 സെർബോ ബൾഗേറിയൻ വാറാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ബാറ്റിൽ നെയിംസും ലൊക്കേഷൻസും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ മാക്സിമം നമ്മളുടെ ജോർജ് ബെർണാഡ് ഷാ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ മനോഭാവത്തെ, വാറിനോടുള്ള മനോഭാവത്തെയും ക്ലാസ് ഡിവിഷനെയും സോഷ്യൽ ഇൻഇക്വാളിറ്റീസിനെ ഒക്കെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം ഈ പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാരക്ടറൈസേഷൻ നോക്കാം. ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അന്നേരം ഇതിന്റെ ഒരു ഷോർട്ട് വെർഷൻ ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കാണിക്കാം. പെട്ടെന്ന് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സെർബോ ബൾഗേറിയൻ വാർ എന്ന് പറയും. സെർബിയൻസും ബൾഗേറിയൻസും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് മേജർ പെട്കോഫ് എന്ന് പറയുന്ന ഒരു സോൾജർ എന്ന് വെച്ചാൽ മേജർ ഒരു ക്യാപ്റ്റൻ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ ഒരു ബൾഗേറിയൻ സോൾജർ ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് മേജർ പോൾ പെറ്റ്കോഫ്. മേജർ പോൾ പെറ്റ്കോഫ്, then his wife Catherine Petkoff, his daughter റീന പെറ്റ്കോഫ്. ഇവർ ഇത്രയും പേരാണ് പെറ്റ്കോഫ് ഫാമിലിയിൽ പെടുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സെർവൻസ് ആണ് ലൂക്കയും നിക്കോളയും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ മകളായ എന്ന് വെച്ചാൽ മേജർ പോൾ പെറ്റ്കോഫിന്റെയും കാതറിൻ പെറ്റ്കോഫിന്റെയും മകളാണ് റീന പെറ്റ്കോഫ്. ഈ റീന പെറ്റ്കോഫ് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അദ്ദേഹവുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണ് സെർജിയസ് സെറാനോഫ്. ഈ സെർജിയസ് സെറാനോഫ് ഒരു ബൾഗേറിയൻ സോൾജറാണ്. ഇവരെല്ലാം ബൾഗേറിയക്കാരാണ്. അന്നേരം റെയ്നയുടെ ഫാമിലി അല്ലെങ്കിൽ പെറ്റ്കോഫ് ഫാമിലി മുഴുവനും സെർജിയസും എല്ലാം തന്നെ എന്താണ്, ഈ പറയുന്ന ബൾഗേറിയക്കാരാണ്. പിന്നെ വരുന്ന ഒരേ ഒരു ഔട്ട്സൈഡർ ആണ് ക്യാപ്റ്റൻ ബ്ലൻഷിലി. ക്യാപ്റ്റൻ ബ്ലൻഷിലി അദ്ദേഹം ഒരു സ്വിസ് സോൾജർ ആണ്. ഓക്കെ, സ്വിസ് സോൾജർ ആണ് ക്യാപ്റ്റൻ ബ്ലൻഷിലി. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ നോക്കാം. Captain Bluntschli, a Swiss missionary soldier who seeks refuge in home of Petkoff family after deserting the battlefield. ഇവര് ഈ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ വിട്ട് തോറ്റ് കുഞ്ഞുംപാടി ഓടിയ സമയത്ത് ഈ പറയുന്ന പെറ്റ്കോഫ് ഫാമിലിയിലേക്ക് എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ് ക്യാപ്റ്റൻ ബ്ലൻഷിലി. ദെൻ കംസ് റെയ്ന പെറ്റ്കോഫ്, ദ റൊമാൻറ്റിക് ആൻഡ് ഐഡിയലിസ്റ്റിക് ഡോട്ടർ ഓഫ് പെറ്റ്കോഫ് ഫാമിലി, എൻഗേജ്ഡ് ടു സെറാജിയസ് സെറാനോഫ്. ദെൻ പറഞ്ഞിട്ടുള്ള ബൾഗേറിയൻ ഭാഗത്ത് നിന്നുള്ള ഒരു സോൾജറാണ്, ധീരയോദ്ധാവെന്നൊക്കെ അദ്ദേഹം തന്നെ വാഴ്ത്തി പറയുന്ന ഒരു വ്യക്തിയാണ് സെർജിയസ് സെറാനോഫ്. സെർജിയസ് സെറാനോഫിന്റെ പ്രിയതമയാണ് റീന പെറ്റ്കോഫ്. ഇവർ തമ്മിൽ അഗാധ പ്രണയത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ മേജർ പെറ്റ്കോഫിന്റെ മകളുമാണ് റീന പെറ്റ്കോഫ്. Then Sergius Seranov, Reina's fiancé, a dashing and romantic Bulgarian officer who is idealized for his bravery. കാണാൻ അതിസുന്ദരനാണ് നമ്മുടെ സെർജിയസ് സെറാനോവ്. ബൾഗേറിയൻ ഓഫീസറാണ്, റെയ്നയുടെ ഫിയാൻസി ആണ്. അതുപോലെ തന്നെ ബൾഗേറിയയിലുള്ള ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിന്റെ ആ ഒരു വാലറി, ഐഡിയലിസം ഇതിനെയൊക്കെ വാനോളം പാഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു യുദ്ധം ബൾഗേറിയയും സെർബിയയും തമ്മിൽ ഉണ്ടായപ്പോ അതിൻ്റെ അകത്ത് ബൾഗേറിയയുടെ ഭാഗത്ത് നിന്ന് ആ യോദ്ധാക്കളെ നേരിട്ട്, സെർബിയൻസിനെ നേരിട്ട് അവരെ തോൽപ്പിച്ചത് ആരാണെന്ന് പറയുന്നു, സെർജിയസ് സെറാനോഫ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കാതറിൻ പെറ്റ്കോഫ് റീനയുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു ബൾഗേറിയൻ വുമൻ ആണ്. തന്റെ മകളെ കുറിച്ചും തന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചും അപ്പിയറൻസിനെ കുറിച്ചൊക്കെ വളരെ ബോധേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് കാതറിൻ പെറ്റ്കോഫിനെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. Major Paul Petkov, Reina's father, a retired Bulgarian military officer who is proud of his family's heritage. തന്റെ തന്നെ വംശ പാരമ്പര്യത്തിലും തന്റെ കുടുംബ മഹിമയിലൊക്കെ വളരെയധികം അഹങ്കാരത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് മേജർ പോൾ പെറ്റ്കോഫ്. റീനയുടെ അച്ഛനാണ്, ബൾഗേറിയൻ മിലിറ്ററി ഓഫീസറാണ് അദ്ദേഹം. Then comes Luca, Petkov's maid servant, who is ambitious and clever and harbors romantic feelings for Sergius. Okay, Petkov ഫാമിലിയിൽ രണ്ട് സെർവൻസ് ഉണ്ട്, ലൂക്കയും നിക്കോളയും. അതിൻ്റെ അകത്ത് ലൂക്ക അവിടുത്തെ ഒരു മെയ്ഡ് സെർവൻ്റ് ആണ്, മെയിലല്ല മെയ്ഡ് സെർവൻ്റ് ആണ്. പക്ഷേ നമ്മുടെ നിക്കോളെ പോലെയല്ല. അവളെ സംബന്ധിച്ച് അവൾക്ക് ഈ സെർവൻ്റ് ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഇവിടെയുള്ള മുതലാളിയോ അല്ലെങ്കിൽ മുതലാളിയുടെ മക്കളെയോ ഒക്കെ വിവാഹം കഴിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ലൂക്ക. അതുകൊണ്ട് തന്നെ ലൂക്കയ്ക്ക് ഈ റെയ്നെ വിവാഹം കഴിക്കാൻ പോകുന്ന സോൾജർ ആയിട്ടുള്ള സെർജിയസ് സെറാനോഫിനോട് ഒരു ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ
റെയിനെ കാണാതെ സെർജിയസ് പലപ്പോഴും ലൂക്കയുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാറുമുണ്ട്. Then comes in Nicola, Petko's manservant who is practical and loyal to his employers. അവിടെയുള്ള ഒരു യുവാവാണ് നിക്കോള. അദ്ദേഹം വളരെ ലോയലാണ് ആ ഒരു പെറ്റ്കോ ഫാമിലിയിലോട്. പ്രാക്ടിക്കലാണ്. തന്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് നിക്കോള. പലപ്പോഴും നിക്കോള ലൂക്കയോട് പറയാറുണ്ട്, നീ നിന്റെ നില മറന്ന് പെരുമാറരുതെന്ന് ലൂക്കയോട് പറയാറുണ്ട്. അതുപോലെ തന്നെ നിക്കോളയ്ക്ക് ലൂക്കയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം ലൂക്കയോട് അത് പറയുമ്പോൾ ലൂക്ക അത് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഓരോ ആക്ട് വൈസ് ആയിട്ട് നോക്കാം. ആക്ട് വൈസ്, സീൻ വൈസ്. ജോർജ് ബെർണാഡ് ഷയുടെ ആംസ് ആൻഡ് ദ മാൻ ഒരു 3 ആക്ട് പ്ലേ ആണ്. ഓക്കെ, 3 ആക്ട് പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇടയ്ക്ക് സീനുകൾ ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഷേക്സ്പിയറിന്റെ പ്ലേ ആകുമ്പോൾ അത് നമ്മൾ കൂടുതലും 5 ആക്ട് പ്ലേ ആണ്. ബെർണാഡ് ഷായുടെ പ്ലേസ് കൂടുതലും 3 ആക്ട് പ്ലേ ആണ്. അന്നേരം ഇതിന്റെ ഫസ്റ്റ് ആക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് പെറ്റ്കോഫ് ഫാമിലിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെയ്ന പെറ്റ്കോഫിന്റെ ബെഡ് ചേംബർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന സീൻ എന്ന് പറയുന്നത്. ഓക്കെ, സീൻ എന്ന് പറയുന്നത് റെയ്ന പെറ്റ്കോഫിന്റെ ബെഡ് ചേംബർ ആണ്. ബൾഗേറിയയിലെ മിലിറ്ററി ഓഫീസറായ പോൾ മേജർ പോൾ പെറ്റ്കോഫിന്റെ മകളാണ് റെയ്ന പെറ്റ്കോഫ്. വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ബൾഗേറിയൻ ഫാമിലിയിലെ അപ്പർ ക്ലാസ് ലേഡിയാണ്. അവര് വളരെ റൊമാൻറ്റിക് ആണ്, ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. റൊമാൻറ്റിക് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരെ സംബന്ധിച്ച് നോക്കെങ്കിൽ തന്റെ പിതാവ് ഒരു മേജറാണ്. അതുപോലെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഒരു മേജർ സോൾജിയർ ആണ്. അതൊക്കെ കൊണ്ട് തന്നെ വാറിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് റീന പെറ്റ്കോഫ്. അന്നേരം സീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നത് മുകളിലത്തെ നിലയിലാണ്, വീടിന്റെ മുകളിലത്തെ നിലയിലാണ് റീന പെറ്റ്കോഫിന്റെ ബെഡ്റൂം ഉള്ളത്. അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആകാശം, രാത്രിയിലെ ആകാശത്തെയും നക്ഷത്രങ്ങളെയും ഇങ്ങനെ വളരെ റൊമാൻറ്റിക് ആയിട്ട് നോക്കി നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് റീന പെറ്റ്കോഫിനെ കാണിക്കുന്നത്. റീന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഗൗൺ ധരിച്ചിരിക്കുകയാണ്. വളരെ ഷിമ്മറിങ് ആയിട്ടുള്ള നൈറ്റ് ഗൗണില് അവളുടെ ആ ഒരു ബ്യൂട്ടി, അവളുടെ ആ ഒരു കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ള ശരീരം വളരെ മനോഹരമായിട്ട് ബെർണാഡ് ഷാ വിവരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് റെയ്നയുടെ മദറായ കാതറിൻ പെറ്റ്കോഫ് അങ്ങോട്ട് കടന്നു വരിക, എന്നിട്ട് പറയാണ്, ഇപ്പോ സെർബിയൻ ബൾഗേറിയൻ യുദ്ധം നടക്കുന്ന സമയമാണ്, യുദ്ധം നമ്മളുടെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്നത് ശരിയല്ല, എത്രയും പെട്ടെന്ന് അകത്ത് കയറാൻ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയാണ്, ഇന്ന് നടന്ന യുദ്ധത്തില് നിന്റെ ഫിയാൻസി ആയിട്ടുള്ള സെർജിയസ് ആണ് ജയിച്ചത്. ഓക്കെ, സെർജിയസിന്റെ പടയാളികളുമാണ് ബൾഗേറിയക്കാരെ ഇന്ന് തോൽപ്പിച്ച് മുന്നേറിയത്. ആൾക്കാർക്കിടയിലെല്ലാം സംസാര വിഷയമായിരിക്കുന്നത് സെർജിയസിന്റെ ഹീറോയിക് ക്വാളിറ്റീസ് ആണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ റെയ്നിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോഴാണ് മദർ ശ്രദ്ധിച്ചത് അവിടെ സെർജിയസിന്റെ ഒരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട്. അന്നേരം പറയാണ്, വളരെയധികം ആരാധിക്കേണ്ട മനുഷ്യനാണ് സെർജിയസ്, നിനക്ക് അയാളെ പറ്റി ഇപ്പോഴെങ്കിലും വളരെയേറെ മതിപ്പ് തോന്നി കാണുമല്ലോ എന്ന് റെയ്നയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം റെയ്നിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഇടയ്ക്ക് എപ്പോഴോ സെർജിയസിനോട് അവൾക്കൊരു ഡൗട്ടൊക്കെ അടിച്ചിരുന്നു. മീൻസ് പലരുമായിട്ട് അയാൾ ഫ്ലേർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നല് നമ്മുടെ റെയ്നിയുടെ മനസ്സിൽ തോന്നി. പക്ഷെ ഇപ്പൊ തന്റെ രാജ്യത്തിന് വേണ്ടി പോരടിക്കുന്ന ധീര യോദ്ധാവ് എന്നുള്ള നിലയിൽ ആൾക്കാരെല്ലാം പുകഴ്ത്തി പറയുമ്പോൾ സെർജിയോസിനോട് എന്തിനുമില്ലാത്തൊരു മതിപ്പ് റെയ്നിക്ക് തോന്നുകയാണ്. ആ സമയത്ത് ലൂക്ക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ വീട്ടിലെ ഫീമെയിൽ സെർവന്റ് ആണ് ലൂക്ക. ലൂക്ക വന്നിട്ട് പറയാണ്, കാതറിനോടും റീനയോടും പറയാണ്, യുദ്ധത്തിന്റെ അലയൊലികൾ നമ്മളുടെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞു. പല ആൾക്കാരും ബൾഗേറിയൻ റെഫ്യൂജീസും ബൾഗേറിയൻ ഫാമിലീസും ഒക്കെ യുദ്ധമുഖത്ത് നിന്ന് പലായനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീടും കതകുകളും ഒക്കെ കുറ്റിയിട്ട് അടച്ചിരിക്കാനാണ് ബൾഗേറിയൻ ആൾക്കാരുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇപ്പം നമ്മളുടെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരാകാം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാരാകാം, സെർബിയൻസ് ആകും, അവർ ഇരച്ചു കയറി വരാൻ സാധ്യതയുണ്ട്. വീടുകളെല്ലാം കുറ്റിയിടാൻ മേജർ നിർദ്ദേശം തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അന്നേരത്തേക്ക് റെയ്ന പറയാണ്, ശരിയാണമ്മ, കാരണം ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഗൺ ഷോട്ട് നേരത്തെ തീർത്തിരുന്നു, അതുകൊണ്ട് നമുക്ക് കതവെല്ലാം അടച്ച് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കയറി കിടക്കാമെന്ന് പറയുന്നു. അങ്ങനെ ലൂക്കയും കാതറിനും റൂമിന് വെളിയിൽ ഇറങ്ങിയാണ്. റെയ്ന റൂമിന്റെ അകത്ത് കയറുന്നു. വലിയ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുന്നു. ചെറിയൊരു ലാമ്പ് മാത്രം കത്തിച്ചു വെച്ചിട്ട് അവൾ തന്റെ നൈറ്റ് ഗൗണിന്റെ പുറത്തോടുള്ള ഗൗൺ, മീൻസ് ഉള്ളിലുള്ള ഇന്നർ വെയർസ് പുറത്തോടുള്ള ഗൗൺ ഊരി അവിടെ ഇടുകയാണ്. എന്നിട്ട് ബെഡിൽ കയറി കിടന്നുകൊണ്ട് തന്റെ ധീരനായ ഫിയാൻസിയായ സെർജിയസിനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നോവൽ എടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കാനായിട്ട് കിടക്കുകയാണ്.
ആ സമയത്ത് വീണ്ടും ഒരു ഗൺ ഷോട്ട് കേൾക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച അവൾ പെട്ടെന്ന് തന്നെ ആ കാൻഡിലും ഊതിക്കെടുത്തിയിട്ട് തലങ്ങണിയിലേക്ക് മുഖം അമർത്തി പിടിച്ച് ഉറങ്ങുന്നതായിട്ട് നടിച്ച് അവൾ അങ്ങനെ കിടക്കുകയാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ ശബ്ദം വിൻഡോയിലൂടെ ആരൊക്കെ അൺലോക്ക് ചെയ്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു സൗണ്ട് അവൾ കേൾക്കുകയും പെട്ടെന്ന് ഒരാൾ റൂമിലേക്ക് വരികയും ചെയ്തു. അയാൾ പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന റിവോൾവർ ചൂണ്ടി അവളോട് ശബ്ദം ഉയർത്തരുതെന്നും തന്നെ സഹായിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. താൻ ഒരു സെർബിയൻ മിലിറ്ററി സോൾജിയർ ആണെന്നും, എന്ന് വെച്ചാൽ സെർബിയൻ മിലിറ്ററി ഔട്ട്ഫിറ്റ് ആണ് ഇയാൾ ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു സെർബിയൻ സോൾജിയർ ആണ് റെയ്നിക്ക് മനസ്സിലായി. പക്ഷെ റെയ്നിയെ പോലെ ഒരിക്കലും ആയിരുന്നില്ല ഇയാൾ. ഇയാൾ പറയാണ്, ഞാൻ നിങ്ങളെപ്പോലെ വാറിനെ പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് വാർ എന്ന് പറയുന്ന ഒരു കാര്യവും ഇഷ്ടമല്ല. ഞാൻ അതിനെ ഒരിക്കലും പോസിറ്റീവായിട്ട് എടുക്കുന്നുമില്ല എന്ന് ഈ പറയുന്ന വ്യക്തി പറയുകയാണ്. എന്നിട്ട് ഇയാൾ ഉടനെ തന്നെ റെയ്നയുടെ ആ നൈറ്റ് ഗൗൺ, ബെഡിൽ കിടന്ന് ആ നൈറ്റ് ഗൗൺ എടുത്ത് തന്റെ ശരീരത്തേക്ക് അയാൾ ഇടുകയാണ്. എന്നിട്ട് പറയാണ്, തന്നെ പോലെയുള്ള ലേഡിയുടെ നൈറ്റ് ഗൗണ് ഈ പറയുന്ന എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ ഞാനൊരു ബൾഗേറിയക്കാരനെ ഞാനൊരു സെർബിയക്കാരനായ സോൾജിയർ ആണ്, നിങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മിണ്ടാതിരിക്കണമെന്ന് അവർ പറയുകയാണ്. എന്നിട്ട് അയാൾ ആ പറയുന്ന ലേഡിയുടെ നൈറ്റ് ഗൗൺ എടുത്ത് ധരിക്കുകയാണ്. എന്നിട്ട് അയാൾ പതുക്കിനെ കതവിന്റെ അടുത്ത് ചെന്ന് നിന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ലൂക്ക വന്നിട്ട്, ലൂക്ക എന്ന് പറയുന്ന അവിടുത്തെ ഫീമെയിൽ സെർവന്റ് ആണ്, അവർ വന്നിട്ട് പെട്ടെന്ന് തട്ടിയിട്ട് ചോദിക്കുകയാണ്, ഇവിടേക്ക് ആരെങ്കിലും കയറി വന്നോ, ഇവിടേക്ക് ആരെങ്കിലും കയറി വന്നോ? വെളിയിൽ കുറെ സോൾജേഴ്സ് വന്ന് നിൽപ്പുണ്ട്. റീനയുടെ റൂമിലേക്ക് ആരോ മുകളിൽ കൂടി ചാടി കയറുന്നത്, ആരോ കയറുന്നത്, ബാൽക്കണി വഴി കയറുന്നത് പുറത്തു നിന്നുള്ള നെയ്ബേഴ്സ് കണ്ടിരുന്നു. അത് അന്വേഷിക്കാനായിട്ട് കുറച്ച് സോൾജേഴ്സ് വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ട് റെയ്ന റൂം തുറക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഇത് കേട്ട് നമ്മുടെ സോൾജിയർ അവിടെ ഉണ്ടായിരുന്ന, അതിൻ്റെ അകത്തിരുന്ന ആ ഒരു സെർബിയൻ സോൾജിയർ, അയാൾ ഈ റെയ്നയുടെ കോട്ട് കോരി റെയ്നയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ പേടിച്ചരണ്ട് ആ ഒരു കർട്ടന്റെ ബാക്കിൽ പോയി നിന്ന്. അയാൾക്ക് മനസ്സിലായി താൻ ഈ നിമിഷം പിടിക്കപ്പെട്ടു എന്ന് തന്നെ അയാൾക്ക് മനസ്സിലായി. റെയ്ന വാതിൽ തുറന്നു. പക്ഷെ നേരെ വിപരീതമായിട്ട് അവൾ പറഞ്ഞു, ഇവിടെ ആരും വന്നിട്ടില്ല, ഇവിടെ ആരും കേറിയിട്ടുമില്ല എന്ന് പറഞ്ഞു. അവർ കുറച്ചൊക്കെ തപ്പുന്നതിന്റെ ഇടയ്ക്ക് തന്നെ റെയ്ന പറഞ്ഞു, ഇവിടെ ആരും കേറിയിട്ടില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ലൂക്ക ബാക്കിയുള്ളവരുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷെ ഈ പറഞ്ഞ സോൾജിയർ കൊണ്ടുവന്ന ഒരു തോക്കുണ്ടായിരുന്നു. അയാൾ വന്ന പാടെ ആ തോക്കെടുത്ത് ബെഡിലേക്കായിരുന്നു എറിഞ്ഞിരുന്നത്. ആ തോക്ക് ബെഡിൽ കിടക്കിയത് ഇതുവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇറങ്ങാൻ നേരം ലൂക്കയുടെ കണ്ണിൽ ആ തോക്ക് പെട്ടത് ലൂക്ക ശ്രദ്ധിക്കുകയും ലൂക്ക അത് ഉള്ളാലെ ചിരിക്കുകയും ചെയ്തു. ലൂക്കയ്ക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ തന്റെ മകളുടെ മുറിയിൽ ആരും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ കാതറിനും മറ്റു ആൾക്കാരും ഒക്കെ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇത് തനിക്ക് വന്ന അപകടം, ആ പറഞ്ഞ ആ ഒരു അപകടം, ഇന്റൻഡഡ് ഡേഞ്ചർ ഒഴിവായി പോയതിന്റെ ആശ്വാസത്തിൽ അയാൾ കർട്ടന് പുറകിൽ നിന്ന് വന്നു. റെയ്നയോട് അയാൾ ഒരുപാട് നന്ദി പറഞ്ഞു, തന്നെ സഹായിച്ചായിരുന്നു. എന്നിട്ട് പറയണം, ഞാൻ ശരിക്കും ഒരു സെർബിയൻ സോൾജർ അല്ല, ഞാനൊരു സ്വിസ് മാൻ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടത്തേക്ക് സോൾജർ ആയിട്ട് എന്നെ ഹയർ ചെയ്ത് എടുത്തതാണ്. ഞാൻ ബൾഗേറിയക്കാർക്ക് എതിരെയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നതെങ്കിലും ഞാൻ ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഒട്ടും സംതൃപ്തനല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് യുദ്ധം ഒരു ഭീകരമായ അവസ്ഥയാണ്. അന്നേരത്തേക്ക് ഇയാൾ പറയാൻ, ദാ നോക്ക്, ഇന്ന് തന്നെ ഈ കിടക്കുന്ന തോക്കിൽ തന്നെ തീരെ ഉണ്ടയില്ല. അന്നേരം അവൾ ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ ഇത്രയും വാദോരാതെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇന്നത്തെ യുദ്ധത്തിൽ നിങ്ങളല്ലേ തോറ്റതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ബൾഗേറിയക്കാരുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുതിരപ്പടയാളികളാണ് ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, ഗൺസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ലോഡ് ചെയ്യാനുള്ള റൈഫിൾസ് ഇല്ലാതായി പോയി. ലോഡ് ചെയ്യാനുള്ള റൈഫിൾസ് ഇല്ലാതായി പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അന്നേരം നമ്മുടെ റെയിന് ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇന്നത്തെ യോദ്ധാവ് ആരായിരുന്നു, ബൾഗേറിയയുടെ യോദ്ധാവ് ആരായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർജിയസ് സെറാനോവസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ വെറും ഒരു മണ്ടൻ മാത്രമാണ്. കാരണം ഇത്രയേറെ പീരങ്കിയിൽ നിൽക്കുന്ന അടുത്തേക്ക് ഒരാൾ എങ്ങനെയാണ് ഈ കുതിരകളെയും കൊണ്ടുവരാൻ സാധിക്കുക? അയാളുടെ ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടതെന്നൊക്കെ ഈ പറയുന്ന സോൾജിയർ അയാളോട് പറയുന്നുണ്ട്. അന്നേരം ഈ സോൾജിയറിന്റെ പേര് നിക്കോളാസ് ബ്ലൻഷ്ലി എന്നാണ്. ഓക്കെ, നിക്കോളാസ് ബ്ലൻഷ്ലി എന്നാണ് ഈ വന്നിട്ടുള്ള സോൾജിയറിന്റെ പേര്. ബ്ലൻഷ്ലി എന്നാണ്. അന്നേരം ബ്ലൻഷ്ലി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ റെയ്നയോട് പറയുന്നുണ്ട്. റെയ്നയ്ക്ക് പോകെ പോകെ ബ്ലൻഷ്ലിയോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയാണ്.
ഓക്കെ. അങ്ങനെ ബ്ലൻഷ്ലി ആയിട്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്ലൻഷ്ലി പറയാണ്, ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത കുറേ ചോക്ലേറ്റ്സ് ആണ്. യുദ്ധത്തിന് പോകുന്നെന്ന് കരുതി ഞാൻ എടുത്ത ഒരിക്കലും റൈഫിൾസുകളോ അല്ലെങ്കിൽ ഗൺസുകളോ അല്ലെങ്കിൽ കുറച്ച് പെല്ലറ്റ്സുകളോ ഒന്നുമല്ല എടുത്തത്. എൻ്റെ കൈവശം കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ലാസ്റ്റ് ചോക്ലേറ്റ് കൂടി തീർന്നത്. എനിക്ക് ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ തരാമോ? എനിക്ക് അതിയായി വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ റെയിന പോയി കുറച്ച് ചോക്ലേറ്റ്സുകൾ എടുത്തുകൊണ്ട് കൊടുക്കുകയും അവനെ വളരെ സ്വീറ്റ് ആയിട്ട് ഒരു പേര് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. മൈ സ്വിസ് ചോക്ലേറ്റ് ക്രീം സോൾജിയർ എന്ന് അവളെ വിളിച്ച് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Reina claims she is bound to help him as her family is noble and civilized one. എന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഐ ബിലോങ് ടു എ നോബിൾ ഫാമിലി. ഐ തിങ്ക് ഐ എം എ സിവിലൈസ്ഡ് വൺ. നിങ്ങൾ ഈ ഒരു ദുരിതത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ആ ഒരു അവസരത്തില് കാതറിന് ശരിക്കും കാതറിനല്ല റെയിനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് അവനെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നുകയാണ്. അവൾ താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോയി ചെന്ന് അവളുടെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മയും കൂട്ടി മുകളിലത്തെ റൂമിലേക്ക് വരുമ്പോൾ ക്ഷീണം കാരണം നമ്മളുടെ ബ്ലൻഷ്ലി അവിടെ കിടന്നങ്ങ് മയങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ തിരികെ വന്ന് മുകളിലേക്ക് കയറി വന്ന കാതറിൻ തന്റെ മകളുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു സെർബിയൻ സോൾജിയറിനെ കണ്ട് അവർ വല്ലാതെ അന്തിച്ചു പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? തന്റെ മകളെയും അയാളെയും എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ കാതറിൻ പെറ്റ്കോഫിന് തോന്നുകയാണ്. കാരണം വളരെ സ്റ്റാറ്റസ് വൈസ് ആയിട്ട് വളരെ ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല ഒരു മേജറിന്റെ വീടാണ്. ആ വീട്ടിലാണ് ഒരു സെർബിയൻ സോൾജിയർ കടന്നു കയറിയിരിക്കുന്നത്. അത് മകളുടെ റൂമിലാണ്. അതൊക്കെ കൊണ്ട് തന്നെ കാതറിൻ പെറ്റ്കോഫ് ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് കാതറിൻ പെറ്റ്കോഫ് ആലോചിക്കുന്നത്. നെക്സ്റ്റ് ആക്ട് ടു. ആക്ട് ടൂവിൽ എന്ന് പറയുമ്പോൾ മാർച്ച് 1886 ആക്ട് ടു നടക്കുന്നത്. ആക്ട് ടൂവില് ഗാർഡൻ ഏരിയയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെറ്റ്കോഫ് ഫാമിലിയുടെ ഗാർഡൻ ഏരിയയിലാണ്. അവിടുത്തെ രണ്ട് സെർവൻസ് ആയിട്ടുള്ള ലൂക്കയും നിക്കോളാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരികയാണ്. ലൂക്ക എന്ന് പറയുന്ന അവിടുത്തെ ഫീമെയിൽ സെർവൻറ്റും നിക്കോളാസ് എന്ന് പറയുന്ന അവിടുത്തെ മെയിൽ സെർവൻറ്റും ആണ്. നിക്കോളാസ് ലൂക്കയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇവരുടെ കാര്യത്തിൽ ഇവിടെയുള്ള ഓണേഴ്സിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നീ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. നീ നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിഹേവ് ചെയ്ത് നിൽക്കാൻ നീ ശ്രമിക്കണമെന്ന് നിക്കോള ലൂക്കയോട് പറയുന്നുണ്ട്. അന്നേരത്തേക്ക് ലൂക്ക പറയുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അവൾക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. സെർജിയസിനെയോ അതുപോലെ തന്നെ മേജറിനെയോ മയപ്പെടുത്തി ഈ ഒരു ഫാമിലിയുടെ ഭാഗമാകാനാണ് അവൾ ശ്രമിക്കുന്നത്. അന്നേരത്തേക്ക് ലൂക്ക പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചേഴ്സ് ഓഫ് ഡിഫൈൻ ദ ഫാമിലി മെമ്പേഴ്സ്. ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സുമായിട്ട് ചേർന്ന് നിനക്ക് ഒരിക്കലും അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള സീക്രട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നിനക്ക് ഒരിക്കലും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും കഴിയില്ല. ഫാമിലി റെപ്യൂട്ടേഷൻ തകർക്കാനും കഴിയില്ല എന്ന് ലൂക്കയോട് നിക്കോളാസ് വാൺ ചെയ്യുന്നുണ്ട്. നിക്കോളാസ് ടെൽ ഹർ ദാറ്റ് നോ ഗുഡ് വിൽ കം ടു ചലഞ്ചിങ് ദോസ് ഹു ആർ പവർ ഓവർ ദെയർ ലൈഫ്സ്. അല്ലേ, നമ്മളുടെ ജീവൻ വെച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെയായിരിക്കും ഇല്ലാതാക്കുക ലൂക്ക നിക്കോളയോട് പറയാൻ. ആ ഒരു സമയം ഇവര് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പം യുദ്ധത്തിന് പോയിരുന്ന സെർബിയൻ ബൾഗേറിയൻ വാറിന് പോയിരുന്ന മേജർ പെറ്റ്കോഫ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെ. റെയ്നയുടെ ഫാദറാണ് മേജർ പെറ്റ്കോഫ്. ഇതിനു മുൻപ് ആക്ട് 1 മറ്റൊരു ഇൻസിഡന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന കാതറിനും നമ്മളുടെ റീനയും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ബ്ലൻഷ്ലെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അതിനു വേണ്ടിയിട്ട് മേജർ പെറ്റ്കോഫിന്റെ ഡ്രസ്സാണ്, അദ്ദേഹത്തിന്റെ ഒരു ഓവർകോട്ടും ഹാറ്റും ഉണ്ടായിരുന്നു. അത് ധരിപ്പിച്ചിട്ടാണ് ഈ വീട്ടിൽ നിന്ന് അവനെ വെളിയിലേക്ക് ഇറക്കി വിടുന്നത്. പോകുന്ന സമയത്ത് നമ്മുടെ ബ്ലൻഷ്ലിയുടെ ആ ഒരു പോക്കറ്റിന്റെ അകത്ത് എന്ന് വെച്ചാൽ തന്റെ ഫാദറിന്റെ ആ ഒരു കോട്ടിന്റെ പോക്കറ്റിന്റെ അകത്ത് റീന ഒരു നോട്ട് എഴുതി വെക്കുന്നുണ്ട്. ടു മൈ സ്വീസ് ലിറ്റിൽ സോറി ടു മൈ സ്വിസ് ചോക്ലേറ്റ് ക്രീം സോൾജിയർ, ടു മൈ സ്വിസ് ചോക്ലേറ്റ് ക്രീം സോൾജിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നോട്ട് എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളുടെ ബ്ലൻഷ്ലി കാണുന്നില്ല. അവൻ ആ വീട് വിട്ട് അങ്ങനെയാണ് പോകുന്നത്. പിന്നീടുള്ള ആക്ട് 2 നമ്മൾ കാണുന്നത് മേജർ പോൾ പെറ്റ്കോഫ് വീട്ടിലേക്ക് തിരികെ വരികയാണ്. അയാൾ പറയാണ്, ഇപ്പം കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്തിരുന്നു. അങ്ങനെ സെർബിയോ ബൾഗേറിയൻ വാർ ഒരു ഇടയായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ ഈ പറയുന്ന എനിമീസിനെയൊക്കെ തുരത്തി ഓടിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങോട്ട് വരികയുള്ളായിരുന്നു. പക്ഷെ അതുവരെ എനിക്ക് എന്റെ കാതറിനെ ഞാൻ വിട്ടു നിൽക്കേണ്ടി വന്നേനെ. എന്തായാലും ഇപ്പൊ ഒരു പീസ് ട്രീറ്റി ഉണ്ടായ സ്ഥിതിക്ക് എനിക്ക് തിരികെ വീട്ടിൽ വരാനും ഫാമിലി മെമ്പേഴ്സുമായിട്ട് കൂടാനും പറ്റിയെന്നുള്ള കാര്യം അദ്ദേഹം പറയാണ്. സെർജിയസ് knocks on gates. Paul orders Nicola to escort him inside before Sergius joins them, and Paul reveals that Sergius will never receive military promotion that he deserves. This is because it has become apparent that Sergius has no command of military strategy, but when Sergius enters, the family greets him warmly. Sergius says that he has resigned his position in the army out of anger that he was not given a promotion. He feels that his superiors are simply upset that he has single-handedly won the war with his heroics. Paul and Catherine are upset. Reina soon joins them. മേജർ പെറ്റ്കോഫ് വന്നതിന്റെ പുറകിൽ തന്നെ ആ വീട്ടിലേക്ക് മറ്റൊരാളും കൂടെ വരികയാണ്. നമ്മുടെ റെയ്നയുടെ ഫിയാൻസി ആയിട്ടുള്ള സെർജിയസ് സെറാനോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പോള് ഓർഡേഴ്സ് നിക്കോള ടു എസ്കോർട്ട് ഹിം. നിക്കോളയോട് പറയാണ് പോയി സെർജിയസിനെ വിളിച്ചിട്ട് വരാൻ പറയാണ്. പോള് വന്ന ഉടനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സെർജിയസ് വളരെ അസ്വസ്ഥനാണ്. കാരണവും നമ്മുടെ പോളിന് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർജിയസ് വിചാരിച്ച പോലെ ഒരു പ്രൊമോഷൻ ഈ വാറിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. നേരത്തെ വാർ ജയിക്കാൻ കാരണക്കാരൻ ആരാണ്? സെർജിയസ് ആണ്. പക്ഷെ അയാളുടെ ഏറ്റവും ബുദ്ധിമോശം ഉള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഇത്രയും പീരങ്കികൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് കുതിരമേൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മിലിറ്ററി സ്ട്രാറ്റജി ഇഷ്ടപ്പെടാത്ത അയാളുടെ എന്താ കമാൻഡിങ് ചീഫ്സ് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ല. ഇതിന്റെ പേരിൽ അയാളുടെ ജോലി ഉപേക്ഷിച്ചാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അയാളെ ചുറ്റിനും ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അയാളുടെ സിംഗിൾ ഹാൻഡഡ് ഹീറോയിസത്തിനെ ഈ പറഞ്ഞ മിലിറ്ററി ഓഫീസേഴ്സ് എതിർത്ത കാര്യം അയാൾ പറയുന്നുണ്ട്. ആകെ മൊത്തം നമ്മുടെ പോളും കാതറിനും അപ്സെറ്റ് ആണ്. റെയ്നയും അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ റെയ്നയ്ക്ക് വലിയ രീതിയിൽ ഇതൊന്നും തോന്നുന്നില്ല. ആ സമയത്ത് പോളും സെർജിയസും മറ്റൊരു കാര്യം സംസാരിക്കുകയാണ്. കാരണം അവർ പറയാണ് അവരിൽ നിന്ന് 50 പേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വോൺ ഔട്ട് 50 ഏബിൾ ബോഡീഡ് മെന്നിനെ തിരിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു 100-200 ഫോഴ്സസുമായിട്ട് ഒരു സന്ധി ഏർപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബൾഗേറിയൻ സെർബിയൻ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടന്നതിന്റെ ഇടയിൽ കുറച്ച് യോദ്ധാക്കളെ ഈ പറയുന്ന സെർബിയൻ യോദ്ധാക്കളെ ബൾഗേറിയക്കാർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അന്നേരം അവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് 200 കുതിരകളെ നമ്മൾ പറയത്തില്ലേ അതിന് പകരമായി കൊടുക്കുക. 200 കുതിരകളെ ഈ പറയുന്ന ബൾഗേറിയക്കാർക്ക് കൊടുത്തുകൊണ്ട് ഇവരിൽ നിന്നുള്ള സോൾജർക്കാരെ മോചിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ 200 കുതിരകളെ മോചിപ്പിച്ചിട്ട് 200 കുതിരകളെ കൊടുത്തിട്ട് 50 അവരുടെ ബൾഗേറിയൻ സെർബിയൻ സോൾജേഴ്സിനെ ഇവരിൽ നിന്നും മോചിപ്പിച്ചു. പക്ഷെ ഇവര് പറയാണ് അത് ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നു. കാരണം 50 ആൾക്കാർ അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരെ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്ന ഫോഴ്സസ് ആണെങ്കിൽ വളരെ മോശം ഫോഴ്സസ് ആണ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെയുള്ള ഒരു സ്വിസ് സോൾജർ ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളെ പറ്റിച്ചിട്ടാണ് പോയതെന്ന് ആര് പറയാം? പോളും സെർജിയസും കൂടെ പറയും. എന്നിട്ട് പറയാം ഇയാൾ ഇവിടം വിട്ട് ഓടിപ്പോവുകയും അയാൾ ഏതോ ഒരു വീട്ടിൽ കയറി താമസിക്കുകയും അവിടെയുള്ള ബൾഗേറിയൻ വിമൻസ് അവരുടെ ബെഡ് ചേംബറിൽ ഇയാളെ ഒളിപ്പിച്ച് കിടത്തിയൊക്കെ ആയിട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതാരാന്നറിഞ്ഞൂടാ. ഏറ്റവും അവസാനം രാവിലെ ആ വീട്ടിലെ മാസ്റ്ററിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ടായിരുന്നു അയാൾ പോയതെന്നൊക്കെയുള്ള കാര്യം ഇവിടെ എല്ലാം അറിയും. പക്ഷെ ആരാണ് ഏതാണ് സ്ത്രീകൾ എന്ന് മാത്രം അറിയാൻ വയ്യാന്ന് പോളും സെർജിയസും കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേട്ടോണ്ട് കാതറും റെയ്നയും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്കറിയാം ഇവർ പറയുന്നത് തങ്ങളെ പറ്റിയിട്ടാണ്. പക്ഷെ തങ്ങളാണ് അത് ചെയ്തതെന്ന് അവർക്ക് അറിയില്ല എന്നുള്ള കാര്യം കാതറിനും റെയ്നിക്കും അറിയാം. Then what comes is അങ്ങനെ ഇവര് സംസാരിച്ചതിന് ശേഷം റെയ്നിയും സെർജിയസും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് അവർ കുറച്ചു നേരം മാറി നിൽക്കുകയാണ്. അവർക്കിടയിലുള്ള ഇമോഷണൽ ഫീലിങ്സ് റൊമാൻറ്റിക് ആയിട്ട് ഫ്ലോറി ലാംഗ്വേജിൽ അവർ പരസ്പരം ഇങ്ങനെ അവരുടെ ഉയർന്ന തലത്തിലുള്ള സ്നേഹത്തെ അവരിങ്ങനെ പ്രണയാതരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവര് ലഞ്ച് കഴിഞ്ഞ് വെളിയിലേക്കൊന്ന് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ റീന പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് റെഡിയായി വരാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുമ്പോൾ സെർജിയസ് അവിടെ നിന്ന് ലൂക്കയോട് ഫ്ലേർട്ട് ചെയ്യാൻ. ലൂക്ക അവിടുത്തെ ഫീമെയിൽ സെർവന്റ് ആണ്. ലൂക്കയ്ക്ക് ഓൾറെഡി തന്നെ സെർജിയസിൽ ഒരു കണ്ണുണ്ട്.
അങ്ങനെ റെയിനി ഇല്ലാത്ത അവസരത്തിൽ അവൻ ലൂക്കയെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ലൂക്ക തിരിച്ച് കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലൂക്ക അതിൻ്റെ ഇടയിൽ പറയുകയാണ് സെർജിയസിനോട്, റെയിനിക്ക് മറ്റൊരു സ്യൂട്ടർ ഉണ്ട്, റെയിനിക്ക് മറ്റൊരാളുമായിട്ട് ലവ് അഫെയർ ഉണ്ട്, റെയിനിക്ക് തിരിച്ചും അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സെർജിയസ് ലൂക്കയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. ഓക്കെ, ലൂക്കയോട് വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവനിക്ക് ഈ ഒരുപാട് ഫ്ലോറി ലാംഗ്വേജ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ റെയിനയോട് കാണിക്കുന്നെങ്കിലും റെയിനിയോട് അവൻക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമില്ല. അവൻക്ക് എല്ലാ പെൺകുട്ടികളോടും ഒരു തരത്തിലുള്ള ഇഷ്ടമുണ്ട്. ലൂക്കയോടും അവൻ ഫ്ലേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റെയിന് പോയി ഒരുങ്ങി റെഡിയായി താഴേക്ക് വന്നു. ആ ഒരു സമയം കാതറിൻ വന്നിട്ട് സെർജിയസിനോട് പറയാണ്, പോൾ പോൾ പെറ്റ്കോഫ് ലൈബ്രറിയിലുണ്ട്, അദ്ദേഹം താങ്കളോട് എന്തോ സംസാരിക്കാനായിട്ട്, മിലിറ്ററി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാം. അന്നേരം ആ വീട്ടിൽ തന്നെയാണ് ലൈബ്രറി ഉള്ളത്. അങ്ങനെ പോകാനിരുന്ന സെർജിയസ് ലൈബ്രറിയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് പോൾ പെറ്റ്കോഫിനെ മീറ്റ് ചെയ്യാണ്. അതേസമയം തന്നെ അവരുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് ഒരു അതിഥി കൂടി എത്തിയാണ്. ഇയാൾ വന്ന് ബെല്ല് കൊടുക്കുന്നു. നിക്കോള ചെന്നാണ് തുറക്കുന്നത്. നിക്കോളയോട് പറയണം, ഞാനൊരു സെർബിയൻ ഓഫീസറാണ്, കാതറിൻ പെറ്റ്കോഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സെർബിയൻ സ്വിസ് സോൾജിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എൻ്റെ പേര് ക്യാപ്റ്റൻ ബ്ലൻഷിലി എന്നാണ്. ഞാൻ ഒരു കോട്ട് വാങ്ങിച്ചിരുന്നത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നു. അന്നേരം പോളും സെർജിയസും ഓൾറെഡി ലൈബ്രറിയിലാണ്. അതുകൊണ്ട് തന്നെ കാതറിന് ഉറപ്പായിരുന്നു അവർ ഇപ്പോഴും വരുന്നില്ലത്. കാതറിൻ ലൂക്കയോട് പറഞ്ഞു, ലൂക്ക മീൻസ് അവിടുത്തെ ഫീമെയിൽ സെർവൻ്റ് ആണ്, ലൂക്കയോട് പറഞ്ഞ് പോയി ആ മനുഷ്യനെ ഇനി അകത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിക്കോളയോട് പറഞ്ഞു, പോയി അയാളുടെ ലഗേജുകൾ അകത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ അകത്തേക്ക് വന്ന് ബ്ലൻഷിലി ഒന്ന് ഗ്രീറ്റ് ചെയ്ത് തിരികെ പറഞ്ഞു വിടാനായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോഴത്തേക്ക് അകത്തേക്ക് നമ്മുടെ ബ്ലൻഷിൽ കയറി വന്ന അതേ അവസരത്തിൽ തന്നെ അവരുടെ ഡിസ്കഷൻസ് കഴിഞ്ഞ് നമ്മുടെ പോളും സെർജിയസും താഴേക്ക് വന്ന സെർജിയസും ഇവർ കാണുന്നത് ക്യാപ്റ്റൻ ബ്ലൻഷിലെയാണ്. വാർഫെയറിൽ വെച്ചിട്ട് ഓൾറെഡി ഈ പറഞ്ഞ വാർഫീൽഡിൽ വെച്ചിട്ട് ബ്ലൻഷിലി ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അന്നേരം ഇവര് വിചാരിക്കുന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് ബ്ലൻഷിലി ഇങ്ങോട്ട് വന്നതെന്നുള്ള ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിനെ ആ റൂമിലേക്ക് വരികയാണ്. റെയിന് നോക്കുമ്പോൾ ബ്ലൻഷിലി അവിടെ നിൽക്കുന്നു. ബ്ലൻഷിലെ കണ്ടതും അവൾ പറയാണ്, ഓ മൈ ക്രീം ചോക്ലേറ്റ് ക്രീം സോൾജർ, സ്വീറ്റ് ചോക്ലേറ്റ് ക്രീം സോൾജർ എന്ന് അവൾ അറിയാതെ അവളുടെ വായിൽ നിന്ന് വീണു പോവുകയാണ്. അന്നേരത്തേക്ക് ബ്ലൻഷിലിയും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും നന്ദിക്കുക. അന്നേരത്തേക്ക് അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിക്കോളയോട് പറഞ്ഞിരുന്നു എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ, പക്ഷെ അതിൻ്റെ അകത്ത് വെച്ചിരുന്ന ക്രീം സോൾജേഴ്സിനെ നിക്കോള നശിപ്പിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെ പുഡിംഗ് ഉണ്ടാക്കാൻ വെച്ചിരുന്നത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ സമയമാണ് നിക്കോള ഈ പറഞ്ഞ ലഗേജ് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. നിക്കോള ആ ലഗേജ് വാങ്ങിച്ചുകൊണ്ട് കാതറിന്റെ കൊടുക്കുമ്പോഴത്തേക്ക് കാതറിൻ ചോദിക്കാൻ, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ലഗേജ് കൊണ്ടുവരാനെന്ന് പറയാണ്. ഓക്കെ, അന്നേരത്തേക്ക് പോൾ പെറ്റ്കോഫ് നിക്കോളെ വഴക്ക് പറയുന്നുണ്ട്. കാതറിന്റെ എന്തിനാണ് ലഗേജ് കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ചോദിച്ചിട്ട് അയാൾ പറയുകയും നിക്കോളയ്ക്ക് ആകെ കൺഫ്യൂഷൻ തോന്നിയിട്ട് അയാൾ തന്റെ മിസ്റ്റേക്ക് ആണെന്ന് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും താങ്കൾ ഇവിടം വരെ വീട് വരെ വന്നതല്ലേ, താങ്കൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് താങ്കൾ ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ മര്യാദയോടുകൂടി നമ്മുടെ പെറ്റ്കോ ഫാമിലി ക്യാപ്റ്റൻ ബ്ലൻഷിലിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ആക്ട് 2 സംഭവിക്കുന്നത്. ആക്ട് 2 ആകുമ്പോഴത്തേക്ക് സെർജിയസും പെറ്റ്കോഫ് തിരികെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ആക്ട് 2 സംഭവിക്കുന്ന കാര്യങ്ങൾ ലൂക്കയും നമ്മുടെ നിക്കോളാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. മേജർ പെറ്റ്കോഫ് തിരികെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. സെർജിയസിന് പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ല, അദ്ദേഹം പെറ്റ്കോഫ് ഫാമിലിയിലേക്ക് വരുന്നു, തന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. സെർജിയസും റെയ്നയും തമ്മിലുള്ള സംഭാഷണം, സെർജിയസും ലൂക്കയും തമ്മിലുള്ള ഫ്ലേർട്ടും, അതിനുശേഷം ക്യാപ്റ്റൻ ബ്ലൻഷിലി വീട്ടിലേക്ക് തിരികെ വരുന്നതുമാണ്. ഈ പറയുന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിന് കോട്ട് കൊടുക്കാൻ വരുന്നതും ഇവരെല്ലാരും കൂടെ ആ ഒരു ഹാളിൽ മീറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആക്ട് 2 നമ്മൾ പറയാൻ സാധിക്കുന്നത്. ഈ ആക്ട് 3, തേർഡ് ആക്ട് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് പെറ്റ്കോഫിന്റെ ലൈബ്രറിയിലാണ്. നേരത്തെ പോൾ പെറ്റ്കോഫും സെർജിയസും കൂടെ ലൈബ്രറിയിൽ നിന്ന് മിലിറ്ററി മാറ്റേഴ്സ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നല്ലോ. ഇപ്പോ ബ്ലൻഷിലിയും അവരുടെ കൂടെ കൂടിയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന കുറച്ച് മിലിറ്ററി ഓർഡേഴ്സ് അദ്ദേഹം തയ്യാറാക്കി പോളിന്റെ നിർദ്ദേശം പ്രകാരം കൊടുക്കുകയും
സെർജിയസ് അതിൻ്റെ അകത്തെല്ലാം സൈൻ ചെയ്യുന്നുണ്ട്. ഈ സമയമുള്ള റെയ്ന കയ്യിലൊരു നോവലും പിടിച്ച് ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് താഴെ ഹാളിൽ കിടക്കുകയാണ്. പോൾ വന്നിട്ട് കാതറിന്റെ അടുക്ക് പറയുന്നുണ്ട്, എന്റെ ഒരു കോട്ട് മിസ്സിംഗ് ആണ്, ആ കോട്ട് കണ്ടില്ല. യഥാർത്ഥത്തിൽ അതേ കോട്ട് തന്നെയാണ് ബ്ലൻഷ്ലി ഇന്നിപ്പോ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവൾക്കറിയാം അത് ബ്ലൻഷ്ലിയുടെ അടുത്തുണ്ട്, പക്ഷെ അത് വാർഡ്രോബിലില്ല. അദ്ദേഹം വാർഡ്രോബ് തുറന്നിട്ടാണ് ഈ പറയുന്ന കോട്ട് നോക്കുന്നത്. നേരത്തേക്ക് പോള് കാതറിന്റെ അടുക്കെ പറയാണ്, പോൾ പിറ്റ്കോഫ് കാതറിൻ പിറ്റ്കോഫിന്റെ അടുക്കെ പറയാണ്, കാതറിൻ എന്റെ ഈ പറയുന്ന ബ്ലൂ കോട്ട് ഈ പറയുന്ന അലമാരയിലുണ്ടെങ്കിൽ വാർഡ്രോബിലുണ്ടെങ്കിൽ നിനക്ക് ഞാൻ സോഫിയ സിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയാണ്, അവിടെ നിന്ന് വിലപിടിപ്പുള്ള ഒരു ജ്വല്ലറി ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ഇത് കേട്ടുകൊണ്ടാണ് സെറാജിയസ് വരുന്നത്. സെർജിയസ് വന്നിട്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ ഇത് ഈ പറയുന്ന കോട്ട് ഹണ്ടിങ്ങിന്റെ അകത്ത് ഞാനും കൂടെ ജോയിൻ ചെയ്യാം. അത് കിട്ടുകയാണെങ്കിൽ, ഞാൻ നോക്കിയെടുത്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ റെയിനിക്ക് തീർച്ചയായും താങ്കൾ ഒരു അറേബ്യൻ ഹോഴ്സിനെ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ സെർജിയസും കാതറിനും കൂടെ നോക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ബ്ലൻഷ്ലി മാറി നിൽക്കുകയാണ്. അയാൾക്ക് ഇതിൻ്റെ അകത്തൊന്നും തന്നെ യാതൊരു താല്പര്യമില്ല. അയാൾക്കറിയാം ശരിക്കും ഈ കോട്ട എവിടെ ഉണ്ടെന്ന് കാതറിന് അറിയാന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കോള പോയി ആ കോട്ടുമായി തിരികെ വരികയാണ്. ഓക്കെ, നിക്കോള ആ വാർഡ്രോബിൽ നിന്ന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയപ്പോൾ ഇപ്പോഴും ഈ കോട്ട് കൊണ്ടുവന്ന് കാതറിൻ അവിടെ തന്നെ മാറ്റി വെച്ചിരുന്നു. നിക്കോള ആ കോട്ട് എടുത്തിട്ട് വരികയാണ്. പോള് കാതറിനോട് പറയുന്നുണ്ട്, വയസ്സായില്ലേ, കുറച്ച് കാഴ്ചക്കുറവും കുറച്ച് കോൺസെൻട്രേഷൻ കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റാതായി പോയതാണ് എന്ന് അയാൾ തന്നെ ന്യായീകരിക്കുന്നുണ്ട്. ആ സമയം ബ്ലൻഷ്ലി ഈ പറഞ്ഞു കൊടുത്ത ഓർഡേഴ്സ്, മിലിറ്ററി ഓർഡേഴ്സ് ഒക്കെ എഴുതി വെക്കുകയും സെർജിയസ് അതെല്ലാം സൈൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പോളും സെർജിയസും കാതറിനും കൂടി ഈ ഓർഡേഴ്സ് എല്ലാം തന്നെ സോൾജേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നോക്കാനായിട്ട് അവർ പോവുകയാണ്. പിന്നെ പോളും സെർജിയസും കാതറിനും കൂടെ പോയി കഴിഞ്ഞു. ഇനി ആ വീട്ടിൽ ബാക്കിയുള്ളത് റെയിനിയും ബ്ലാൻഷ്ലിയും നിക്കോളാസും ലൂക്കയുമാണ്. ലൂക്കയും നിക്കോളാസും കിച്ചണിലായിരുന്നു. റെയിനിയും ബ്ലൻഷ്ലിയും അവര് ആ പറയുന്ന ഹാളിൽ നിൽക്കുകയാണ്. ആ സമയം റെയ്ന ബ്ലൻഷ്ലിയോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നുവിട്ടത് എന്റെ ഫാദറിന്റെ കോട്ടാണ്. ഓക്കെ, ഈ പറയുന്ന നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെർജിയസ് അറിഞ്ഞാലുള്ള, അല്ലെങ്കിൽ ഞാനാണ് താങ്കളെ രക്ഷപ്പെടുത്തിയെന്നുള്ള കാര്യം സെർജിയസും എന്റെ ഫാദറും അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കൂടിയാവില്ല. അവർക്ക് നിങ്ങൾ ഇതുപോലെ ബൾഗേറിയയിൽ നിന്നുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് പോയതെന്നും രണ്ട് സ്ത്രീകളാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എങ്ങാനും അവർക്ക് അറിഞ്ഞാൽ ഒക്കെ അവർ അറിയാനിടയായാൽ സെർജിയസ് ഉറപ്പായും നിങ്ങളെ ഡ്യുവലിന് വിളിക്കുകയും നിങ്ങളെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് റെയ്ന നമ്മുടെ ബ്ലൻഷ്ലിയോട് പറയുകയാണ്. എന്നിട്ട് റെയ്നയോട് ബ്ലൻഷ്ലി സോറി റെയ്ന ബ്ലൻഷ്ലിയോട് ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ഏത് തരത്തിലാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഞാൻ സെർജിയസിനോട് എന്തോ ചീറ്റ് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. സെർജിയസിനോട് അൺട്രൂത്ത് ആയിട്ട് ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ റെയ്നയോട് അയാൾ തിരിച്ചു പറയുന്നുണ്ട്, ഐ അഡോർ യു. ഓക്കെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കറിയില്ല, എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള ഇൻഫാക്ച്വേഷൻ തോന്നുന്നുണ്ട്. ഹി സീംസ് ടു ബി ഇൻഫാക്ച്വേറ്റഡ് വിത്ത് ഹർ. എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള ഒരു ഇൻഫാക്ച്വേഷൻ തോന്നുന്നുണ്ടെന്ന് നമ്മുടെ ബ്ലൻഷ്ലി തിരിച്ച് റെയ്നയോട് പറയാം. അപ്പോൾ റെയ്ന പറയാണ്, നിങ്ങൾക്ക് തന്ന കോട്ടില് ഞാൻ എൻ്റെ ഒരു ചെറിയ ഫോട്ടോയും അതിനോട് ചേർത്ത് ഒരു കുറിപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബ്ലൻഷ്ലി പറയാണ്, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേയില്ല. ഇത് കേൾക്കുമ്പോഴാണ് അവൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയത്. ആ കോട്ട് തിരികെ കൊണ്ടുവന്ന് ഫാദറിന്റെ കൊടുത്തിട്ടുണ്ട്. ഫാദറിന്റെ കോട്ട് ഉണ്ട്. ഫാദർ ഉറപ്പായിട്ടും കോട്ടിന്റെ പോക്കറ്റിൽ കൈയിടുമ്പോൾ ആ നോട്ടും ഫോട്ടോയും കിട്ടും. അത് വലിയ പ്രശ്നമാവും. ആ ഒരു പേഴ്സണൽ നോട്ടില് നിങ്ങളെ കുറിച്ച് ഞാൻ സ്വീറ്റ് ചോക്ലേറ്റ് സ്വിസ് ചോക്ലേറ്റ് ക്രീം സോൾജർ എന്ന് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫാദർ ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞ് ഭ്രാന്തെടുത്തുകൊണ്ട് റീന അവിടുന്ന് ദേശിച്ച് ബ്ലൻഷ്ലിയോട് ദേശിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ലൂക്ക ബ്ലൻഷ്ലി കൊടുത്ത ഒരു മെസ്സേജുമായിട്ട് അവിടോട്ട് വരികയാണ്. ബ്ലൻഷ്ലി ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജുമായിട്ട് ലൂക്ക ഇങ്ങോട്ട് വരികയാണ്, നമ്മളുടെ സെർജിയസിന്റെ അടുത്തേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്, സോറി, ആ സമയത്ത് ലൂക്ക ബ്ലൻഷ്ലിക്കുള്ള ഒരു മെസ്സേജുമായിട്ട് അങ്ങോട്ട് വരികയാണ്.
അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ബ്ലൻഷ്ലിയുടെ ഫാദർ മരണപ്പെട്ടു. സ്വിറ്റ്സർലാൻഡിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ധനികനാണ്. അദ്ദേഹം മരണപ്പെട്ട് കുറച്ച് ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചെത്തണം. പിന്നെ ഇത് വായിച്ചതും ബ്ലൻഷ്ലി അവിടുന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ലൂക്ക പെട്ടെന്ന് പറയുകയാണ്, എന്താ റെയ്നേഡിക്ക് പറയാണ്, കണ്ടോ അദ്ദേഹത്തിന് ഫാദറിന്റെ ഗ്രീഫ് രേഖപ്പെടുത്താനൊന്നും അദ്ദേഹം ഇവിടെ നിൽക്കുന്നില്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ പോവാന്ന് പറഞ്ഞപ്പോൾ റെയ്ന പറഞ്ഞു അദ്ദേഹത്തിന് ഇമോഷൻസ് ഒന്നും തന്നെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, ബിക്കോസ് ഹീസ് എ സോൾജർ. അന്നേരത്തേക്ക് ലൂക്ക ഉടനെ നമ്മളുടെ ബ്ലൻഷ്ലിയും സെർജിയോ സെറാനോഫിനെയും കൂടെ കമ്പയർ ചെയ്യാൻ അദ്ദേഹം ലൂക്ക പറയാണ്, ബ്ലൻഷ്ലിയും സെർജിയോ സെറാനോഫും രണ്ടുപേരും സോൾജേഴ്സ് ആണ്. പക്ഷേ ബ്ലൻഷ്ലിക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു ഇമോഷൻസ് തോന്നില്ല. പക്ഷേ സെറാനോഫിന് ഞങ്ങളോടെല്ലാം തന്നെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഫ്ലേട്ടിങ്ങിന്റെ കാര്യത്തിൽ സെറാനോഫിന് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് എന്ന് ഈ റെയ്നയോട് പറയുമ്പോൾ റെയ്ന അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയം നിക്കോള അങ്ങോട്ട് വരികയാണ്. അയാളുടെ കയ്യിൽ കുറെ തടികളൊക്കെ ഉണ്ട്. അന്നേരം നിക്കോള അവിടെ വന്നിട്ട് നമ്മളുടെ ലൂക്കയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിക്കോള ശ്രമിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നിക്കോളയെ ലൂക്ക റിജക്റ്റ് ചെയ്യുകയാണ്. അന്നേരം ഇവൾക്ക് തന്റെ സ്നേഹം ആവശ്യമില്ല, എങ്കിൽ പണം ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർജിയസ് നിക്കോളയ്ക്ക് കൊടുത്തിരുന്ന കുറച്ച് പണം തന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് നിക്കോള ലൂക്കയ്ക്ക് കൊടുക്കുകയാണ്. ലൂക്ക അത് വാങ്ങിക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, എനിക്ക് പൈസയല്ല വേണ്ടത്, ഓക്കെ, അത് മാത്രമല്ല എനിക്കൊരു വേലക്കാരിയായിട്ട് ജീവിക്കാനും വയ്യ, ഓക്കെ, എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടിൽ നമ്മളുടെ ലൂക്ക ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നിക്കോള പറയുന്നുണ്ട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ഞാനേ, നിന്നെ പഠിപ്പിച്ചതും നാനേ, നിന്നെ മാനേഴ്സ് ചെയ്യിപ്പിച്ചതും ഈ ഒരു സ്ത്രീയാക്കി മാറ്റിയതും നാനേ, ഓക്കെ, ആ എന്നെയാണോ മകളെ നീ വേണ്ടാന്ന് പറയുന്നതെന്ന് നിക്കോള ലൂക്കയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ലൂക്ക പറയുന്നില്ല, അതിന് നിങ്ങളെ ആർക്ക് വേണം, ഓക്കെ, നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങളെ അഥവാ വേണമെങ്കിൽ കൂടി എന്റെ സെർവന്റ് ആയിട്ട് എനിക്ക് നിങ്ങളെ മതി, അല്ലാതെ ഹസ്ബൻഡ് ആയിട്ട് ഒരിക്കലും നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവർക്കിടയിലേക്ക് സെർജിയോ സെറാനോഫ് കടന്നു വരികയും അങ്ങനെ ഇവരുടെ കോൺവെർസേഷൻ ഇന്ററപ്റ്റ് ചെയ്യും. നിക്കോള അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ നിക്കോള അവരുടെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സെർജിയോ സെറാനോഫും ലൂക്കയും മാത്രമായി. ലൂക്ക സെർജിയസിനോട് ചോദിക്കാൻ, നിങ്ങൾ ശരിക്കും ഒരു ബ്രേവ് മാൻ ആണ്, ശരിക്കും നിങ്ങൾ ബ്രേവ് ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സ്റ്റാറ്റസിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്തുന്നത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു രാജ്ഞിയെ പോലെ വിവാഹം കഴിച്ച് നിങ്ങൾ എന്റെ കൂടെ കൂട്ടിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അന്നേരം സെർജിയസ് പറയുന്നതാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഓർത്തിട്ടില്ല, പക്ഷെ എനിക്കിഷ്ടം റെയ്നയാണ്, റെയ്നയെ വിവാഹം കഴിക്കാനാണ് എനിക്ക് താല്പര്യം, അല്ലാതെ നീ റെയ്നയോട് ജലസ് ആയിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് സെർജിയോ സെറാനോഫ് ലൂക്കിയ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. റെയ്നയാണ് തനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ ലൂക്ക പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഹേ മനുഷ്യ, നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കാൻ റെയ്നയ്ക്ക് മറ്റൊരു ആളുമായിട്ട് ബന്ധമുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആ സ്വിസ് സോൾജിയർ ആയിട്ടുള്ള ക്യാപ്റ്റൻ ബ്ലൻഷ്ലി ആയിട്ടാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഇത് കേൾക്കുമ്പോൾ സെർജിയസിന് ആകെ മൊത്തം ദേഷ്യം കയറിയാണ്. സെർജിയസ് ലൂക്കയെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്ന, ആ ബ്ലൻഷ്ലി എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ കൊന്നു കളയുക തന്നെ ചെയ്യും, നിന്റെ കൺമുമ്പിലോട്ട് കൊല്ലും ലൂക്ക എന്ന് അവൻ പ്രതിജ്ഞ എടുക്കുകയാണ്. എന്നിട്ട് അവൻ പോയി കുറച്ചു നേരത്തിന് ശേഷം ബ്ലൻഷ്ലി അവിടേക്ക് വരികയാണ്. ബ്ലൻഷ്ലിയുടെ കയ്യിൽ കുറച്ച് മിലിറ്ററി പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫാദറിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസുമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന്റെ കയ്യിലുണ്ട്. അന്നേരത്തേക്ക് സെർജിയസിന് ബ്ലൻഷ്ലി കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ബ്ലൻഷ്ലിയോട് പറയാണ്, നീ എന്നെ ചതിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് തന്നെ നമുക്ക് തമ്മിൽ ഒരു ഡ്യുവൽ വെക്കാം, മിലിറ്ററി ഗ്രൗണ്ടിൽ, ഡ്രില്ലിംഗ് ഗ്രൗണ്ടിൽ നാളെ രാവിലെ 6 മണിക്കാണ് ഡ്യുവല്, അത് പറ്റുമെങ്കിൽ സമ്മതമാണെങ്കിൽ നീ നിന്റെ സോഡുമായിട്ട് അങ്ങോട്ട് വരാൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ബ്ലൻഷ്ലി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പറഞ്ഞു, അക്സെപ്റ്റ് യുവർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഐ വിൽ ക്യാരി മൈ മെഷീൻ ഗൺ വിത്ത് മീ വിത്ത് കറക്റ്റ് കാട്രിഡ്ജസ്. കറക്റ്റ് കാട്രിഡ്ജസും പൂർണ്ണമായിട്ട് കറക്റ്റ് കാട്രിഡ്ജസും കൊണ്ട് ഞാൻ എൻ്റെ മെഷീൻ കണ്ടുകൊണ്ട് വരാം, അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഡ്യുവല് അവിടെ വെച്ച് സ്റ്റാർട്ട് ബ്ലൻഷ്ലി പറയുകയാണ്. സോ ആ ഒരു സമയമാണ് റെയ്ന അങ്ങോട്ട് വരുന്നത്. ഇവർ തമ്മിലുള്ള ആ ഒരു ഡ്യുവലിന്റെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് റെയ്ന വരുന്നത്. റെയ്നയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. റെയ്ന പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് ഇത്, അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും നടക്കുന്നത്, ഞാൻ കാരണമല്ല ഇത് നടക്കുന്നതെന്ന് റെയ്ന പറയുമ്പോൾ അവളുടെ ഒരു ലവ് കൺഫെഷൻ ആയിട്ട്, ബ്ലൻഷ്ലിയോടുള്ള ലവ് കൺഫെഷൻ ആയിട്ട്
സെർജിയസിന് തോന്നുകയാണ്. എന്നിട്ട് റെയ്ന പറയുന്നുണ്ട്, സെർജിയസിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കും ലൂക്കയ്ക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ലൂക്കയും നിങ്ങളുമായിട്ട് പരസ്പരം പല സമയത്ത് നിന്ന് സംസാരിക്കുന്നത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞാൻ അതിനെ തെറ്റിദ്ധരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്നോടുള്ള യഥാർത്ഥ പ്രണയമല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. അന്നേരം ഇത് കേൾക്കുമ്പോൾ പിന്നീട് ഇനി വെറുതെ ഒരു ഡ്യുവലിന് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ ആ ഡ്യുവലിൽ നിന്ന് നമ്മുടെ ബ്ലൻഷ്ലി തന്നെ അങ്ങ് പിന്മാറുകയാണ്. ഇപ്പൊ റെയ്ന സെർജിയസിനോട് പറയാണ്, ഏഹ് ഇപ്പോ ഇനിയിപ്പം ലൂക്കയുടെ പേരിലായില്ലേ പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ നിക്കോളായും സെർജിയസും തമ്മിലാണ് ഇനി നടക്കാൻ പോകുന്ന ഡ്യുവൽ എന്ന് പറയുകയാണ്. അന്നേരത്തേക്ക് റെയ്ന ബ്ലൻഷിലിയോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ല, എന്നിട്ട് റെയ്ന പറയുന്നുണ്ട്, ഞങ്ങൾ ശരിക്കും പറഞ്ഞ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരാണ് സെർജിയസും സെർജിയസ് സെറാനോഫും ഞാൻ. അതുകൊണ്ട് തന്നെ കപ്പിൾ ഓഫ് ഗ്രോൺ അപ്പ് ബേബീസിനെ പോലെയാണ് ഞങ്ങൾ വളർന്നതെന്ന് പറയുന്നുണ്ട്. ബ്ലൻഷ്ലി ചോദിക്കുകയാണ്, ലൂക്ക എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലൂക്ക ഈ കഥവിന്റെ പിറകിലങ്ങനെ മറഞ്ഞു നിന്ന് നമ്മൾ പറയുന്ന കേട്ടോണ്ട് നിൽക്കുന്നുണ്ടാവും എന്ന് പറയുന്നു. അന്നേരത്തേക്ക് സെർജിയസ് ഓടിച്ചെന്ന് കഥ തുറക്കുമ്പോൾ കറക്റ്റായിട്ട് ലൂക്ക അവിടെ നിൽപ്പുണ്ട്. ലൂക്കയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരും. ബ്ലൻഷിൽ പറയുന്നുണ്ട്, ഞാനും പല സമയങ്ങളും ഈവ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവൻ അപായത്തിലാണെന്ന് തോന്നുന്ന അവസരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പോൾ പെറ്റ്കോഫ് അങ്ങോട്ട് കയറി വരികയാണ്. അയാൾ സാധാരണ പോലെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കോട്ട് ഇങ്ങനെ ഊരി കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. റെയിന് ഓടിച്ചെന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് കോട്ട് വാങ്ങിക്കുന്നുണ്ട്. ആ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പോർട്രേറ്റ്, ഓക്കെ, പോർട്രേറ്റ് മീൻസ് ഒരു ചെറിയ പിക്ചർ അത് എടുത്തു മാറ്റുന്നുണ്ട്. പക്ഷെ ഓൾറെഡി പോൾ ഇത് കണ്ടു കഴിഞ്ഞിരുന്നു. പോള് വീണ്ടും കോട്ടിൽ കൈയിട്ട് നോക്കുമ്പോൾ ആ പറയുന്ന പോർട്രേറ്റ് കാണുന്നില്ല. അത് മിസ്സിംഗ് ആണെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പോൾ പെറ്റ്കോഫ് തന്റെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പോർട്രേറ്റിനെ കുറിച്ചും അതിൻ്റെ അകത്ത് എഴുതിയിരുന്ന വാചകങ്ങളെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. സ്വിസ് സ്വീറ്റ്, സ്വിസ് ചോക്ലേറ്റ് ക്രീം സോൾജർ എന്നൊക്കെയുള്ള പേരിൽ എഴുതിയിരുന്ന ആ ഒരു വാക്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം റീന പറയും, ഇത് ഞാൻ സെർജിയസിനെ കുറിച്ച് എഴുതിയതാന്ന് പറയുമ്പോൾ സെർജിയസ് പറയും, ഇല്ല, ഒരിക്കൽ പോലും റെയിൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നേരം റെയിന് പിന്നീട് അവൾ കൺഫസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ബ്ലൻഷ്ലിയെ പറ്റിയിട്ട് എഴുതിയതാണ് എന്ന് പറയുകയാണ്. അന്നേരം ബ്ലൻഷ്ലിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണെന്ന് പറയുമ്പോൾ ബ്ലൻഷ്ലിയും തിരിച്ച് എനിക്ക് ഇഷ്ടമാണ് റെയിനി വിവാഹം കഴിക്കാൻ എന്ന് പറയും. ഓക്കെ, അന്നേരം എന്നിട്ട് അന്നേരത്തേക്ക് ഇവര് പറയാണ്, ഒരിക്കലും ഒരു സാധാരണ സോൾജറിന് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കില്ല. അന്നേരം ഇയാൾ പറയാണ്, എനിക്ക് സ്വിറ്റ്സർലാൻഡ് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് എന്നൊക്കെ പറയാണ്. ആ ഒരു നേരം നിക്കോള അകത്തേക്ക് കയറി വരികയും നിക്കോള പറയാണ്, എന്നെ ലൂക്കയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ലൂക്ക എന്നോടൊപ്പം നിൽക്കില്ല എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളുടെ ബ്ലൻഷിൽ പറയും, അങ്ങനെയെങ്കിൽ നീ എന്നോടൊപ്പം സ്വിറ്റ്സർലൻഡിലേക്ക് വയൂ, അവിടെ എൻ്റെ ഹോട്ടൽസുകളൊക്കെ ഉണ്ട്, ആ ഹോട്ടൽസിൻ്റെയൊക്കെ ഒരു സൂപ്പർവൈസറായിട്ട് നീ നിന്നാൽ മതി. കാരണം നീ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ലൂക്ക അങ്ങോട്ട് കയറി വരികയും സെർജിയസിനോട് അപ്പോളജൈസ് ചെയ്യാൻ പറയുകയും ചെയ്യാണ്. സെർജിയസ്, നിങ്ങൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പ്രണയത്തിലായിരുന്നു, നിങ്ങൾ റെയ്നയുടെ പുറകെ നടക്കുന്ന കാലം അത്രയും നമ്മൾ പ്രണയത്തിലായിരുന്നു, ഇനിയെങ്കിലും നിങ്ങൾ കൺഫസ് ചെയ്യും, കാരണം റെയ്ന ഇപ്പൊ ബ്ലൻഷ്ലിയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും അത് കൺഫസ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ സെർജിയസ് സെറാനോഫ് അയാള് കൺഫസ് ചെയ്യാണ്, തനിക്ക് ലൂക്കയെ ഇഷ്ടമാണെന്നും ലൂക്കയുടെ ഫിയാൻസി ആയിട്ടിരിക്കാൻ താല്പര്യമാണെന്നും നമ്മളുടെ സെർജിയസ് സെറാനോഫ് പറയുകയാണ്. ആ ഒരു നിമിഷമാണ് കാതറിൻ പെറ്റ്കോഫ് അങ്ങോട്ട് കയറി വരുന്നത്. കാതറിൻ പെറ്റ്കോഫ് വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ സെർജിയസും ലൂക്കയും തമ്മിൽ പ്രപ്പോസ് ചെയ്ത് അവർ കപ്പിൾസുകളായിട്ട് നിൽക്കുന്നു. ബ്ലൻഷ്ലിയും അതുപോലെ തന്നെ നമ്മുടെ റിയാനയും കൂടെ അവർ കപ്പിൾസുകളായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇവര് തൻ്റെ മകളായ റിയാന ഒരു അവളുടെ ആ ഒരു പ്രോസ്പെക്ട് തിരഞ്ഞെടുത്തതിൽ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതേസമയം തന്നെ ബ്ലൻഷിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അയാൾ പറയാണ്, ഞാൻ വിവാഹം കഴിക്കാൻ റെയ്നയെ പോലുള്ള ഒരു 17 വയസ്സുകാരി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉള്ള പ്രായമല്ല എനിക്കുള്ളതെന്ന് പറയുമ്പോൾ റെയ്ന തിരുത്തി പറയുകയാണ്, എനിക്ക് 23 വയസ്സായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം അന്നേരവും നമ്മുടെ പോൾ പെറ്റ്കോഫ് കൺവിൻസിങ് ആകുന്നില്ല. പോൾ പെറ്റ്കോഫിന് ഇയാളുടെ വെൽത്തിനെ പറ്റി വലിയ മതിപ്പില്ല.
അപ്പോഴത്തേക്ക് ഇയാൾ പറയാണ് എൻ്റെ ഫാദറിന് ഒരുപാട് ഹോട്ടൽസുകൾ സ്വിറ്റ്സർലാൻഡിലുണ്ട്. അത് നോക്കി നടത്തുന്ന വഴി എനിക്ക് എൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഇൻഹെറിറ്റൻസ് ധാരാളമുണ്ട്. റെയ്നയെ വിവാഹം കഴിക്കാൻ എനിക്കതൊരു കുഴപ്പമല്ല എന്ന് പറയുകയാണ്. അന്നേരത്തേക്ക് നമ്മളുടെ റെയ്ന പറയുന്നുണ്ട് അവളെ സംബന്ധിച്ച് വെൽത്തിന് അവൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവൾ അതിൽ താല്പര്യമില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൾ പറയാണ് ഞാൻ ഇതുവരെ എംപറർ ഓഫ് സ്വിറ്റ്സർലൻഡിന് ക്യാൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബ്ലൻഷിൽ പറയാണ് എങ്കിൽ പിന്നെ പറ ആർക്കാണ് നീ ഏറ്റവും കൂടുതൽ ക്യാൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് അയാൾ ഒരു മുട്ടിൽ ഇങ്ങനെ ഇരുന്ന് കൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രപ്പോസ് ചെയ്യില്ല ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവളോട് വളരെ സ്വീറ്റ് ആയിട്ട് ചോദിച്ചു ടു ഹൂം ഷി ഗേവ് ദ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അവൾ കൈകൾ ഇങ്ങനെ നീട്ടി അയാളോട് പറഞ്ഞു ടു മൈ ഗ്രീൻ സോൾജിയർ ടു മൈ ചോക്ലേറ്റ് ഗ്രീൻ സോൾജിയർ എന്ന് പറയാണ്. അങ്ങനെ ഇവര് ബ്ലൻഷ്ലിയും റെയ്നയും കുടുകൂടി ചിരിക്കുകയും എണ്ണിക്കുകയും ചെയ്തു. അങ്ങനെ പോൾ പെറ്റ്കോഫിനും കാതറിൻ പെറ്റ്കോഫിനും വളരെ സന്തോഷമാകുകയാണ്. തിരികെ തൻ്റെ ഫാദറിന്റെ ആ ഒരു മരണവാർത്ത അറിഞ്ഞിട്ട് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിനുശേഷം അയാൾ തിരികെ വന്നിട്ട് നമ്മളുടെ റെയ്നയെ പെറ്റ്കോഫിന് വിവാഹം കഴിക്കാന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് അയാൾ ഇവിടുന്ന് പോവുകയാണ്. അയാൾ പോകുന്ന വഴിക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത് സെർജിയസ് സെറാനോഫ് സ്വിസ് മിലിറ്ററി സോൾജറായ ക്യാപ്റ്റൻ ബ്ലൻഷ്ലിയെ കണ്ടിട്ട് ഓ വാട്ട് എ മാൻ എന്നിങ്ങനെ വളരെ ഒരു എക്സ്ക്ലമേഷൻ ചെയ്ത് പറയുന്ന ആ ഒരു സീനിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ 3 act play of ജോർജ് ബെർണാഡ് ഷാസ് ആംസ് ആൻഡ് ദ മാൻ.